അത് ജനങ്ങൾക്ക് അവർക്ക് ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ട്. ഈ പറഞ്ഞ മലപ്പുറത്തേക്ക് ഉദ്ഘാടനത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ ആനിമോൾ ലാൻഡ് ചെയ്യുമ്പോൾ ബിഗ് ബോസിൽ കപ്പുമായിട്ട് ലാൻഡ് ചെയ്തിട്ട് നിന്റെ PR അടി എനിക്കും PR ചെയ്തെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇല്ല, PR എന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കണം. അല്ലാതെ ഇപ്പോൾ സ്റ്റിൽ നെവിനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെടുത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ കുറച്ചുകൂടി സ്ട്രോങ് ആയത്. കാര്യം ബിഗ് ബോസ് ഫൈനലായി. അതെ. എന്താണ് തോന്നുന്നത് ഇതുവരെ അനിമോളുടെ ഗെയിം കണ്ടിട്ട് എന്ത് തോന്നുന്നത്? എങ്ങനെയാണ് അനിമോള് വിന്നർ ആവുമെന്നാണ്. ഇപ്പോൾ വോട്ടിങ് ഓൾറെഡി ഇപ്പോൾ ഇന്നുകൊണ്ട് അവസാനിക്കും. നമ്മൾ ഓൾമോസ്റ്റ് അനിമോളാണ് വോട്ടിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്നത്. അനീഷ് അനിമോൾ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സോട് അനിമോൾ വിന്നറാവും. തിരുവനന്തപുരം എയർപോർട്ടിൽ ആനിമോൾ ലാൻഡ് ചെയ്യുമ്പോൾ ബിഗ് ബോസിൽ കപ്പുമായിട്ട് ലാൻഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ കുറേ ആളുകൾക്ക് അനിമോളോട് എന്തോ അതിഭീകരമായിട്ട് വെറുപ്പുള്ള പോലെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. കാര്യം അവൾ ഒരു പാവമാണ്. പിന്നെ ഷോയുടെ പാറ്റേണായിട്ട് പല രീതിയിലുള്ള ബാക്ക് ബൈറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അനിമോൾക്ക് കുറേ സങ്കടങ്ങളും വിഷമം, പിന്നെ പെട്ടെന്ന് വിഷമം വരുന്ന ക്യാരക്ടറാണ് അനിമോൾ. പിന്നെ അവൾക്ക് അധികം ഫ്രണ്ട്സൊന്നും ഇല്ല. അവൾ ഒരുപാട് ആളുകൾ വിശ്വസിച്ച് സുഹൃത്തുക്കളാക്കിയതിൻ്റെ ഒരു ഇതൊക്കെ ഇപ്പോൾ കിട്ടി. അതുപോലെ കർമ്മയിലേക്ക് ബൂമറാങ്. വേറെ നെവിനൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് ഉള്ളത് തോന്നുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിൽ നെവിനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനിമോളെ. മുന്നൊക്കെ നെവിനായിട്ടൊക്കെ അനിമോൾ എന്തൊക്കെയോ ജഗടയായിരുന്നു. ചെറിയ ക്ലാഷിലായി. ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ട് സംസാരിച്ച് തീരട്ടെ. കാര്യം ബിഗ് ബോസ് ഷോയിൽ പിണക്കങ്ങളൊക്കെ ആ ഒരു ഷോ കഴിഞ്ഞ് കൊണ്ടുനടക്കാതിരിക്കട്ടെ. അവിടെ നിന്ന് അവസാനിച്ച് അത് മുന്നോട്ട് നല്ലൊരു ലൈഫിൽ എല്ലാവരും ഒരുപാട് വേദികൾ ഒരുമിച്ച് അവർ കൂടട്ടെ. അനീഷ് ഇഷ്ടമെന്ന് പറഞ്ഞത് ഒരു ഗെയിമിംഗ് ഒരിക്കലല്ല. അനീഷിന് അനിമോളോട് ചിലപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. കാര്യം അനിമോളിൽ അങ്ങനെ ഒരു അതിൽ മോശമായിട്ടുള്ള കാര്യമൊന്നും അവളില്ല. അവളൊരു നല്ല സ്ത്രീയാണ്, പാവാണ്. എൻ്റെ ലൈഫിൽ ഞാൻ അവളെ പറ്റി ഒരു മോശം ഒന്നും കേട്ടിട്ടില്ല ഇതിലായിട്ടും. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അവൾ ഈ ഫൈനൽ വരെ എത്തിയത് തന്നെ നമ്മളൊരു വലിയൊരു ഇതാണ്. കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബിഗ് ബോസ് എന്ന ഷോയിൽ അവൾ ഫൈനലിലെത്തുന്നു. എന്തായാലും താങ്ക് യു. അവിടെ പോയിട്ട് ആ പാവയൊക്കെ എടുത്ത് എറിഞ്ഞ് കളഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ഗെയിം ബെറ്റർ ആയി. ആ പാവ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ കുറച്ചുകൂടി സ്ട്രോങ് ആയത്. കാര്യം പാവ പിടിച്ചിരുന്നപ്പോൾ ചെറിയ കുട്ടികളെയും പറയും. ഞാൻ അവൾ പാവം പിടിച്ചിരുന്ന ചിലപ്പോൾ 2 ആഴ്ച അവൾ പുറത്തു പോകുന്നതന്നെ. പപ്പാനിയൊക്കെ പുറത്തു പോയാൽ തന്നെ അന്നാണ്. പക്ഷേ ഇതിപ്പോൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അനുമോൾ നിന്നു. പെട്ടെന്ന് ഇമോഷണൽ കാര്യങ്ങൾ അത് അവൾ അങ്ങനെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ക്യാരക്ടറാണ് അവളങ്ങനെ എല്ലാം വെട്ടി തുറന്ന് അങ്ങനെ ഒരു മാസ്ക് ഇട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഓപ്പൺ അപ്പാണ്, എന്തും പറയും. അവൾ പറയണ്ടല്ലോ ബിഗ് ബോസിൽ. കാര്യം അവൾ ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് ബിഗ് ബോസിൽ പോയ ഒരാളല്ല. അവൾക്ക് ഫിനാൻഷ്യലി കുറേ ഇഷ്യൂസ് വന്നിട്ട് പോയ ഒരാളാണ്. അപ്പോൾ ഒരു ഇമേജ് പോകുന്നുള്ളൊരു ടെൻഷൻ. അവൾക്ക് അത്യാവശ്യം ഇമേജ് ഉള്ള ആളാണ്. കാര്യം അവൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം ഫാൻ ബേസൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അനുമോൾ. അപ്പോൾ അവൾക്ക് ബിഗ് ബോസിൽ പോയിട്ടൊരു ഒരു വട്ടം PR കൂട്ടിയിട്ട് ഒരു ഫാൻ ബേസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കപ്പടിക്കുക എന്നുള്ള പ്ലാനായിട്ട് പോയതല്ല. 100 ദിവസം നിൽക്കുക, പൈസ വാങ്ങിക്കുക, പോരുക, അത്രേ ഉള്ളൂ. കാര്യം അവളങ്ങനെ ഒരു കപ്പടിക്കണം എന്നുള്ളൊരു പ്ലാനേ ഇല്ല. കാര്യം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങി അല്ലെങ്കിൽ ഞാൻ എൻ്റെ അകത്ത് പോയ ഒരാളാണ്. എന്നോട് പറയും എനിക്ക് കപ്പടിക്കണം അങ്ങനെ. അവളൊരു കാര്യം കപ്പടിക്കണമെന്നില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു നീ മര്യാദയോട് നിൽക്ക്, മര്യാദയ്ക്ക് നിന്നൊക്കെ എനിക്ക് കപ്പടിക്കാൻ പറ്റുന്നു ഞാൻ പറഞ്ഞിട്ട് വന്ന ഒരാളാണ്. അടിക്കട്ടെ എന്ന് എനിക്ക്. ഈ PR ഉള്ളവരാണ് 100 ദിവസം നിൽക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല ബ്രോ. അങ്ങനെ എല്ലാവർക്കും PR ഉണ്ടാകുന്നല്ലോ. ബിന്നി പറയുന്നുണ്ടല്ലോ, ഷൈത്ത് പറഞ്ഞല്ലോ ഒരു ഇതിൽ നിന്റെ PR അടി എനിക്കും PR ചെയ്തെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇല്ല ബ്രോ. PR എന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കണം. അല്ലാതെ കിട്ടുന്ന പൈസ വാങ്ങിച്ച് വീട്ടിൽ പോരാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്നില്ല. ഗെയിം ബിഗ് ബോസ് എന്ന ഷോയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുക, അവിടെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കുക, അവിടുത്തെ കാര്യങ്ങൾ ഇടപെടുക, അതിൽ വ്യക്തമായിട്ട് നിലപാടിൽ നിൽക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിളായിട്ട് നിന്നാൽ കാര്യം നടക്കില്ല. നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. അതിൽ തെറ്റോ ശരിയോ ആയിക്കോട്ടെ, ജനങ്ങൾ തീരുമാനിക്കും. ഒന്നുമില്ല. ഇതൊരു എയർപോർട്ടിൽ പോകണ്ട തിരുവനന്തപുരം എയർപോർട്ടിൽ ഞാൻ ചിലപ്പോൾ പോകും ബ്രോ. എനിക്കങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ പോകും. തിരക്കുകളില്ലെങ്കിൽ ഞാൻ പരമാവധി പോകാൻ ശ്രമിക്കും. ജയിച്ചാലും തോറ്റാലും പോകും. കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ടായിരുന്നു അനിമോള് സെറ്റിലേക്ക് പാലക്കാട് നിന്നൊക്കെ ലോറിക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല ബ്രോ. ഞാൻ ലക്ഷ്മി നക്ഷത്രം എന്താ പറഞ്ഞത് ഞാൻ കണ്ടില്ല. അതാണ് വേറെ സത്യം. ഞാൻ ശ്രദ്ധിച്ച് വീഡിയോ ഇട്ട് കണ്ടായിരുന്നു. ഞാനത് ഫുള്ളിരുന്ന് കണ്ടില്ല. ഒരു വലിയൊരു കഥയൊന്ന് ബസ്സിലും ട്രെയിനിലും പോണ കാര്യം എനിക്കറിയാം. ലോറിയുടെ കേസ് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അറിയാത്ത കാര്യം ഞാൻ പറയേണ്ട കാര്യം. അത്രയും സിമ്പതിയിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം ഈ ബസ്സും ട്രെയിനൊക്കെ എനിക്കറിയാം. കാര്യം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്യലും ഈ പറഞ്ഞ KSRTC ബസ്സിൽ പറഞ്ഞിട്ട് പോകുന്ന അത് ഡയാന വരെയും അങ്ങനെ പോകാറുണ്ട്. ആർക്കും അറിയാൻ പാടില്ല. ആർട്ടിസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ വലിയ ലക്ഷ്മി നക്ഷത്രക്ക് ഡ്രൈവിംഗ് അറിയാം. അതുകൊണ്ട് വലിയ പാടില്ല. ഇവർക്ക് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് അവർ ഈ പറഞ്ഞ ബസ്സിലും ട്രെയിനിലും അനുമോളോ അത് ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ഗുഡ് ഹ്യൂമനാണ്. അത് ഞാൻ പറയും. നല്ലൊരു മനുഷ്യനാണ്, മനുഷ്യ സ്ത്രീയാണ്. അപ്പോൾ അതിനി തന്നെ നല്ല ക്വാളിറ്റിയാണ് ബ്രോ. പിന്നെ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ അത് അവളോട് അറിയുന്ന ആളുകൾക്കുള്ളൊരു സാധനമാണ്. അത് ജനങ്ങൾക്ക് അവൾക്ക് ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ട്. ഈ പറഞ്ഞ മലപ്പുറത്തേക്ക് ഉദ്ഘാടനത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, അവളെ പിൻ ചെയ്തിട്ടുണ്ട്. അത്രയും ഫാൻസിന് അവൾക്കുണ്ട്. അതിഭീകര ഫാൻ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ PR ഒന്നും ആവശ്യമില്ല. പിന്നെ അവളുടെ ഇൻസ്റ്റയിൽ തന്നെ 1.25 ലക്ഷം രൂപ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് ഉണ്ട്, അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്.
അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെയിമുള്ളൊരു സ്ത്രീയാണ്. പിന്നെ പി ആറിനൊന്നും ആവശ്യമില്ല. 16 ലക്ഷം രൂപ ഉണ്ടായിരുന്ന അവളുടെ ഇവിടുത്തെ ബാധ്യതകളൊക്കെ തീർന്ന അവൾക്ക് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല. ചുമ്മാ ഓരോ ആരെങ്കിലും പഠിച്ചുകൊണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് പി ആർ എന്നൊക്കെ പറഞ്ഞൊന്നുമില്ല. അവളുടെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഷോ വിജയിക്കാണെങ്കിലും ഇനി ഫൈനൽ വന്നാണെങ്കിൽ അവളുടെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ്. ഹാർഡ് വർക്കാണ്, അതിൻ്റെ റിസൾട്ടാണ് ഈ ഷോയുടെ. ഇപ്പോൾ കപ്പ് എടുത്താൽ അതിൻ്റെ റിസൾട്ട് എന്ന് തന്നെയാണ് പറയുള്ളൂ. ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ദൈവം കൊടുത്താൽ, അല്ലാതെ പി ആർ ഒന്നുമില്ല. ദൈവം ഈ കാലത്ത് അപ്പം പണി കൊടുക്കുന്നതാണ്. പി ആർ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം ആ സ്പോട്ടിൽ കൊടുക്കും. കർമ്മയിലേക്ക് ബോംബറാങ്ങുന്നതാണ്. അതിപ്പോൾ ആര് പണിയെടുത്താലും തിരിച്ചു കിട്ടും. അത് മൊത്തം കിട്ടുക. ശരി.